ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴത്തോരു മുൻപേടെ വരാൻ പോകുന്ന ഒരു മനോഹരമായ എപ്പിസോഡിന്റെ കഥയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. കൈതക്കൽ മാളിക വീട്ടിലെ ആ നശിച്ച കുടുംബത്തിലേക്ക് ഒരിക്കലും നിന്നെ പറഞ്ഞയക്കാൻ ഞാൻ തയ്യാറല്ല. അതൊരിക്കലും സംഭവ്യമാവുന്ന കാര്യവുമല്ല. അതിന് നീ എന്തെങ്കിലും മോഹിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോഴേ മറന്നു കളഞ്ഞേക്ക്. മനുശങ്കർ മേനോനെ നിന്നെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഞാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. എന്നെയാണോ നിനക്ക് വലുത്, അവനെയാണോ നിനക്ക് വലുതെന്ന് നിനക്ക് തീരുമാനിക്കാം. മതവും ജാതിയും ഒന്നുമല്ല എനിക്ക് പ്രശ്നം. ആ കുടുംബക്കാരാണ്. എന്റെ ജീവിതം തകർത്തത് അവരാണ്. ആ കുടുംബത്തിലേക്ക് നിന്നെ ഇനിയും നരകിക്കാൻ ഞാൻ പറഞ്ഞയക്കില്ല. ആരാണ് എന്താണ് എന്നൊക്കെ അറിഞ്ഞിട്ടും നിന്നെ അവർ ഉപദ്രവിച്ചിട്ടല്ലേ ഉള്ളൂ. ആ കുടുംബത്തിലേക്ക് കയറി ചെല്ലാൻ നിനക്ക് ഇനിയും ഒരു മടി തോന്നുന്നില്ലേ മോളെ? എനിക്കൊരു മടിയുമില്ല. മനുവേട്ടനെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് ആരുമില്ലാത്ത സമയത്ത് ഒരു തണലായും താങ്ങായും നിന്ന ആളാണ് മനുവേട്ടൻ. അയാളെ അല്ലാതെ മറ്റൊരാളെയും ഞാൻ വിവാഹം കഴിക്കില്ല. ഈ ജീവിതത്തിൽ എനിക്കൊരു ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ അത് മനുവേട്ടൻ മാത്രമായിരിക്കും. പപ്പയെ ദേഷ്യം പിടിപ്പിക്കാനോ പപ്പയോട് വാശി തീർക്കാനോ ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത്. എനിക്ക് മനുവേട്ടന് മാത്രമേ ആ സ്ഥാനത്ത് കാണാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് എന്നെ മനുവേട്ടൻ നന്നായി നോക്കും. എന്നെ സംരക്ഷിക്കാനുള്ള കഴിവും സാമർത്ഥ്യവും മനുവേട്ടനുണ്ട്. ആ കുടുംബക്കാർ അത്ര മോശക്കാരോ ഒന്നുമല്ല. പിന്നെ ചതിയും വഞ്ചനയും അതിൽ കൊട്ടാരമുറ്റത്തുകാരും മോശമൊന്നുമല്ലല്ലോ പപ്പ. ആ സാഹചര്യം കൊണ്ട് പലരും പലതും ചെയ്തു പോയി. അതെല്ലാം നമ്മൾ മറക്കണ്ടേ? കഴിഞ്ഞു പോയത് കഴിഞ്ഞു. നിനക്ക് മറക്കാൻ പറ്റുമായിരിക്കും, എനിക്ക് മറക്കാൻ പറ്റില്ല. നിന്നെ ഒരു അനാഥയാക്കിയതും അനാഥാലയത്തിൽ 23 വർഷം നീ കഴിയേണ്ടി വന്നതും അവര് കാരണമാണ് എല്ലാം സംഭവിച്ചത്. ഇനി നീ എന്റെ അടുത്ത് തർക്കിക്കാനോ വാദിക്കാനോ വരണ്ട. ഈ വിവാഹത്തിന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സമ്മതിക്കില്ല. അതും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. സ്റ്റാൻലിയെ കൊണ്ട് എങ്ങനെയെങ്കിലും എന്നെങ്കിലും സമ്മതിപ്പിക്കാം എന്നൊരു വിശ്വാസത്തോടെ അലീന പുറത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് സ്റ്റാൻലി ഒരു ബാഗുമെടുത്ത് പോകുന്നത് അലീന കണ്ടത്. എങ്ങോട്ടാണ് പപ്പ എന്ന് എത്ര ചോദിച്ചിട്ടും അലീനയോട് ഒരക്ഷരം മിണ്ടാതെ സ്റ്റാൻലി വണ്ടി എടുത്തു പോയി ഒറ്റയ്ക്ക്. എങ്ങോട്ടാണ് യാത്ര എന്നൊരു നിശ്ചയവുമില്ല. ആന്റപ്പനോട് പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ടേ വരൂ എന്ന്. എങ്ങോട്ടാണെന്ന് അലീനയോട് ഒന്നും മിണ്ടാതെ സ്റ്റാൻലി പോയത് വേറെ എങ്ങോട്ടുമായിരുന്നില്ല, നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്കായിരുന്നു. നെടുമ്പുരയ്ക്കൽ വീട്ടിൽ പോയി ബാലചന്ദ്രനെ കാണണം എന്നൊരാവശ്യം മാത്രമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. അവിടെ വൈജിയുണ്ടോ, വൈജിയുടെ മക്കളുണ്ടോ എന്നൊന്നും അദ്ദേഹം ആലോചിച്ചിരുന്നില്ല. അയാൾക്ക് അത് ഓർമ്മയിൽ തന്നെ ഉണ്ടായിരുന്നില്ല. നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് ബാലചന്ദ്രനെ ഒന്ന് വിളിക്കുക പോലും ചെയ്യാതെ കയറി ചെല്ലാൻ സ്റ്റാൻലി തീരുമാനിച്ചു. കാരണം ആ വീട്ടിൽ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം. അലീനയും മനുവുമായി കൂടുതൽ അടുത്തത് ആ വീട്ടിൽ വെച്ചാണ്. ബാലചന്ദ്രനെ പറഞ്ഞു മനസ്സിലാക്കണം, മനുവിനോട് ഇനി ഒരിക്കലും അലീനയെ കാണാൻ വരരുതെന്ന്. അലീനയും മനുവും തമ്മിലുള്ള വിവാഹം ഒരിക്കലും നടക്കില്ല എന്നൊക്കെ അയാളോട് സംസാരിക്കണം എന്ന് കരുതിയാണ് സ്റ്റാൻലി നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. പക്ഷെ അവിടെ സംഭവിക്കുന്നത് അതൊന്നും ആയിരിക്കില്ല. അപ്രതീക്ഷിതമായ സംഭവങ്ങളായിരിക്കും സ്റ്റാൻലിക്ക് നേരിടേണ്ടി വരുന്നത്. കാരണം സ്റ്റാൻലിയുടെ പ്രതീക്ഷകൾക്കും അപ്പുറം സ്റ്റാൻലി അവിടെ കണ്ടുമുട്ടുന്നത് വേറെ ആരെയും ആയിരിക്കില്ല. സ്റ്റാൻലിയുടെ സ്വന്തം പ്രണയിനിയായിരിക്കും വൈജയന്തിയെ. നെടുമ്പുരയ്ക്കൽ വീടിന്റെ പൂമുഖത്ത് ചെന്ന് കോണിംഗ് ബെൽ അടിക്കുമ്പോൾ അത് വന്ന് തുറക്കുന്നത് മറ്റാരുമായിരിക്കില്ല, വൈജയന്തി ആയിരിക്കും. കണ്ടപാടെ രണ്ടുപേരും ഒന്ന് ഞെട്ടി. വൈജയന്തിക്ക് പൊടുന്നനെ ആളെ മനസ്സിലായി. താൻ ഏറെ സ്നേഹിച്ചിരുന്ന, താൻ ഏറെ വിശ്വസിച്ചിരുന്ന പുരുഷൻ വേറൊരു പുരുഷനെയും മനസ്സിൽ കൊണ്ടു നടക്കാതിരുന്ന വൈജയന്തി ഇപ്പോഴും സ്നേഹിക്കുന്ന പുരുഷൻ സ്റ്റാൻലി ജോസഫ്. മറ്റൊരു വിവാഹത്തിന് പോലും തയ്യാറാവാതെ ഏറെ നാൾ താൻ കാത്തിരുന്ന പുരുഷൻ ഇപ്പോൾ തന്റെ മുന്നിൽ. ഇന്ന് ഈ ലോകത്തെ ആരെക്കാളും താൻ വെറുക്കുന്നത് ഈ മനുഷ്യനെയാണ് എന്ന് വൈജയന്തി പൊടുന്നനെ ഓർത്തുപോയി. സ്റ്റാൻലി ജോസഫ് അല്ലേ എന്ന് വൈജയന്തി പെട്ടെന്ന് ചോദിച്ചു. അതെ. നിനക്കെന്നെ മനസ്സിലായി അല്ലേ? പിന്നെ മനസ്സിലാവാതെ ഇരിക്കോ? എന്തു പറ്റി? എങ്ങനെ നിങ്ങൾ ഇവിടെ എത്തി? ഇത്രയും കാലം വരാത്ത നിങ്ങൾ ഇപ്പൊ എന്തിനു വന്നു? എന്റെ കുടുംബം തകർക്കാൻ വേണ്ടിയോ? ഞാൻ അലീനയുടെ കാര്യം പറയാൻ വേണ്ടി. അലീനയുടെയോ? അപ്പോ എന്റെ കുടുംബം തകർക്കാൻ വേണ്ടി അവളെ പറഞ്ഞയച്ചത് നിങ്ങളായിരുന്നു? നിങ്ങളുടെ അടുത്ത് നിന്നാണോ അവൾ വന്നത്? എന്റെ ഒരു ജീവിതം മുഴുവൻ നിങ്ങൾ നശിപ്പിച്ചു. ഇപ്പൊ എന്റെ കുടുംബ ജീവിതം മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയാണോ ആ ഒരുമ്പെട്ടവളെ നിങ്ങൾ എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത്? ഈ കുടുംബത്തിലേക്ക് എന്തിനായിരുന്നു സ്റ്റാൻലി ജോസഫ്? നിങ്ങളെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. നിങ്ങൾ എന്നെങ്കിലും വരുമെന്ന് നിറവയറോടെ കാത്തിരുന്ന നിമിഷങ്ങളും ദിവസങ്ങളും ഉണ്ടായിരുന്നു. അപ്പോഴും നിങ്ങൾ വരുമെന്ന് പ്രതീക്ഷ മാത്രമായിരുന്നു എനിക്ക്.
പക്ഷെ അതെല്ലാം തല്ലിക്കെടുത്തിക്കൊണ്ടായിരുന്നു നിങ്ങളുടെ വിവാഹ ക്ഷണക്കത്ത് എന്റെ മുന്നിൽ വന്നത്. അന്ന് ഈ ലോകത്തെ എല്ലാ പുരുഷന്മാരെയും ഞാൻ വെറുത്തു, നിങ്ങൾ കാരണം. എത്രമാത്രം ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നു, എത്രമാത്രം വിശ്വസിച്ചിരുന്നു. എന്നെ മറന്ന് എന്നെ അങ്ങനെ ഒരു അവസ്ഥയിലാക്കിയിട്ട് ഒരു കള്ളം പറഞ്ഞ് എന്റെ അടുത്തുനിന്ന് പോയിട്ട് മറ്റൊരു വിവാഹത്തിന് തയ്യാറാവാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? എങ്ങനെ പറ്റി സ്റ്റാൻലി നിങ്ങൾക്ക്? വൈജ, ഞാനൊന്ന് പറയട്ടെ, എനിക്കിനി ഒന്നും കേൾക്കണ്ട. നിങ്ങളെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പാണ്. നിങ്ങളെ ഞാൻ അത്രമാത്രം വെറുത്തുപോയി. എന്റെ ജീവിതം നശിപ്പിച്ച് എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് എല്ലാവരുടെ മുന്നിലും ഒരു പരിഹാസ കഥാപാത്രമായി എന്നെ മാറ്റിയിട്ട് നിങ്ങൾ സുഖമായി ഏതോ ഒരു സ്ത്രീയോടൊപ്പം നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നു. ഇപ്പോഴും നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ബാലചന്ദ്രൻ അറിഞ്ഞാലോ എന്നുള്ള പേടിയിലാണ് ഞാൻ ജീവിക്കുന്നത്. പലരും പല രീതിയിലും എന്നെ കുത്തി നോവിക്കുന്നുണ്ട്. എനിക്കൊരു സമാധാനമോ സന്തോഷമോ അതിനുശേഷം ഉണ്ടായിട്ടില്ല. ഈ 23 വർഷം ഞാൻ തീ തിന്നാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അതെന്തെങ്കിലും നിങ്ങൾക്ക് അറിയുമോ? നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങളെ സ്നേഹിച്ചു പോയി എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിന് ഈ 23 വർഷവും ഞാൻ നീര് ജീവിക്കുകയാണ്. എന്റെ ഭർത്താവിനോട് പോലും നീതി പുലർത്താൻ പറ്റാതെ, അയാളെ ഒന്ന് മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പറ്റാതെ ഞാൻ ഇങ്ങനെ ഉരുകി തീരാണ് എന്നെല്ലാം പറഞ്ഞ വൈജയന്തി തന്റെ വിഷമവും അമർഷവും എല്ലാം അയാളിൽ തീർക്കുന്നുണ്ട്. ഒന്നും പറയാതെ പതറിപ്പോവാണ്. വൈജയന്തിയെ കണ്ട നിമിഷം മുതൽ എന്തു പറയണം, എങ്ങനെ പറയണമെന്നറിയാതെ ആകെ പതറിപ്പോവാണ് സ്റ്റാൻലി ജോസഫ്. ഒന്നും പറയാതെ അവിടുന്ന് ഇറങ്ങിപ്പോയാലോ എന്ന് വരെ സ്റ്റാൻലി ജോസഫിന് തോന്നി. അപ്പോഴാണ് സ്റ്റാൻലി പറയാൻ തുടങ്ങിയത്. വൈജ, ഞാൻ പറയട്ടെ, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് എന്റെ ഭാഗത്തും തെറ്റുകളുണ്ട്. പക്ഷെ എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ. ഇനി നിങ്ങൾ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. ഇപ്പൊ അവള് നിങ്ങളുടെ വീട്ടിലായിരിക്കുമല്ലേ ഉണ്ടത്? നിങ്ങളാണ് അപ്പൊ അവളെ പറഞ്ഞയച്ചത്. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ കുടുംബജീവിതം തകർക്കുക എന്ന് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമല്ലേ? ആ ഉരുമ്പട്ടവളും അതിനെ ഒരുങ്ങി തിരിച്ചു വന്നതായിരുന്നു. ഇപ്പൊ നിങ്ങൾ എന്തിനു വന്നു? എനിക്ക് നിങ്ങളെ കാണണ്ട, ഇറങ്ങിപ്പോയിക്കൊള്ളണം. എന്റെ മക്കളോ എന്റെ ഭർത്താവോ ഈ വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകണം. വൈജ, ഞാനൊന്ന് പറയട്ടെ, ഞാൻ ബാലചന്ദ്രനെ കാണാൻ വേണ്ടി വന്നതാണ്. എന്തിനാണ് നിങ്ങൾ എന്റെ ഭർത്താവിനെ കാണണം? അതിന്റെ ആവശ്യമില്ല. ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്റെ ഭർത്താവിനെ കാണുകയോ നമ്മൾ തമ്മിലുള്ള ബന്ധം പറയുകയോ ചെയ്യരുത്. എന്നെ ജീവിക്കാൻ അനുവദിക്കണം. ഇനിയെങ്കിലും ഇറങ്ങിക്കൊള്ളണം, ഇപ്പൊ ഇറങ്ങിക്കൊള്ളണം എന്റെ വീട്ടിൽ നിന്ന്. ഇത്രയും കാലം നിങ്ങളെ സ്നേഹിച്ചതിനുള്ള കൂലിയാണ് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിറവേറും വെച്ച് ഞാൻ അനുഭവിച്ച വിഷമങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. വൈജ, നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കരുത്. ഞാൻ പറയുന്നതെന്ന് കേൾക്കൂ. എന്റെ സാഹചര്യം നീ ഒന്ന് മനസ്സിലാക്കൂ. അന്ന് അങ്ങനെയെല്ലാം സംഭവിച്ചത് നമ്മുടെ രണ്ടുപേരുടെയും കുടുംബക്കാർ തമ്മിൽ പ്ലാൻ ചെയ്ത് നടത്തിയതാണ്. എനിക്കൊന്നും കേൾക്കണ്ട. അയാളുടെ മുന്നിലേക്ക് കൈകൾ നീട്ടി വൈജയന്തി പറഞ്ഞു, എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങളെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പും ആർപ്പും ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്റെ മുന്നിൽ വരരുത്. നിങ്ങളെ ഇനി ജീവിതത്തിൽ കാണരുതെന്നാണ് എന്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ അതിങ്ങനെയൊക്കെ ആയിപ്പോയി. വിധി എങ്ങനെയാണ് തീരുമാനിച്ചതെങ്കിൽ അങ്ങനെ. പക്ഷെ എന്റെ ജീവിതം തകർക്കാൻ നിങ്ങൾ ഈ പഠിച്ചവിട്ട് ഇനി വരരുത്. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട. വൈജ, ഞാൻ പറയുന്നിട്ടെ. അലീന നമ്മുടെ മകള എന്ന് പറഞ്ഞു തീർക്കാൻ പോലും വൈജയന്തി അനുവദിച്ചില്ല. അതിനു മുന്നേ സ്റ്റാൻലിയുടെ മുഖത്തേക്ക് വൈജയന്തി വാതിൽ കൊട്ടിയടച്ചു. സ്റ്റാൻലിക്ക് ആകെ അമർഷം തോന്നി. എന്തിനാണ് താൻ വന്നത്? അത് നടന്നില്ല. പക്ഷെ താൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഉണ്ടായത്. താൻ ബാലചന്ദ്രനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു എന്നെല്ലാമുള്ള ചിന്തകൾ അയാളുടെ മനസ്സിലേക്ക് ഓടി മറഞ്ഞു. അലീന താൻ അയച്ചതാണ്. തന്റെ വൈജയുടെ കുടുംബജീവിതം തകർക്കാൻ വേണ്ടി താൻ അയച്ച പെൺകുട്ടിയാണ് എന്നെല്ലാമാണ് വൈജ കാടുകയറി ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. തന്റെ മകളെയാണ് ഇങ്ങനെയെല്ലാം പറയുന്നതെന്ന് ആ പാവം അറിയുന്നില്ലല്ലോ. എല്ലാത്തിനും കാരണക്കാർ അവളുടെ കുടുംബക്കാരാണ്, അവളുടെ ജ്യേഷ്ഠന്മാരാണ്. അവരെന്ന് അപകടം നടത്തിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ഞാനും വൈജയും ഒരുമിച്ച് ജീവിച്ചേനെ എന്ന് വിഷമത്തോടെ അയാൾ ഓർക്കുകയാണ്. അങ്ങനെ അയാൾ ആ പടി കടന്ന് തിരിച്ചു പോവുകയാണ് കേട്ടോ. ബാലചന്ദ്രനെ കാണാനോ മനുശങ്കർ മേനോനെ കാണാനോ അയാൾ നിൽക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു ആഘാതമായിരിക്കും അയാൾക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടാവുക. വൈജയെ കാണുമെന്ന് അയാൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വൈജ തന്നെ കണ്ട പാടെ തന്നോട് ആ 23 വർഷം അവൾ നെഞ്ചിലേറ്റ് നടന്ന വിഷമങ്ങളെല്ലാം ഇറക്കി വെച്ചു എന്ന് അയാൾക്ക് മനസ്സിലായി. അങ്ങനെ ഒരു വിഷമത്തോടെ സങ്കടത്തോടെയാണ് സ്റ്റാൻലി ജോസഫ് പാലായിൽ നിന്ന് തിരിച്ചു പോകുന്നത് കേട്ടോ. സ്റ്റാൻലി ജോസഫിനെ കണ്ട വൈജ അതിലും അപ്പുറമായിരുന്നു. താൻ ഏറെ നാൾ കാത്തിരുന്ന പുരുഷൻ ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തന്റെ മുൻപിൽ വന്നു. താൻ അത്രയും ദിവസം തന്റെ മനസ്സിൽ കൊണ്ടു നടന്ന വിഷമങ്ങളെല്ലാം അയാൾക്ക് മുന്നിൽ ആർത്തിരമ്പുകയായിരുന്നു.
എന്തെല്ലാമോ പറഞ്ഞു, എന്തൊക്കെയോ കേട്ടു, എന്തെല്ലാമോ മനസ്സിലായി, ഒന്നും ഓർമ്മയില്ല. ബാലചന്ദ്രനെ എന്തിനായിരിക്കും സ്റ്റാൻലി ജോസഫ് കാണാൻ വന്നിരിക്കുക? സ്റ്റാൻലി ജോസഫും ബാലചന്ദ്രനും പരിചയക്കാരാണോ എന്നുള്ള സംശയങ്ങളെല്ലാം വൈജയന്തിയുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അലീന എങ്ങനെ അവിടെ എത്തി? സംശയങ്ങൾ ഏറെയാണ്. ഒരുപാട് ചിന്തകൾ അവളുടെ മനസ്സിലൂടെ മിന്നിമായുന്നുണ്ട്. എന്തിനായിരിക്കും എന്നൊന്നും അറിയില്ല. എന്റെ ജീവിതം, എന്റെ മക്കൾ, എല്ലാവരും എല്ലാം അറിയും. പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. പെട്ടെന്ന് ഫോൺ എടുത്ത് ഗംഗേട്ടനെ വിളിക്കാൻ വൈജയന്തി തീരുമാനിച്ചു. ഗംഗാധരനോട് കാര്യങ്ങൾ പറയണം. ഗംഗേട്ടൻ മാത്രമാണ് തനിക്കൊരു ആശ്രയം. തന്നെ നേർവഴിക്ക് നടത്താൻ തനിക്ക് ഗംഗേട്ടൻ ആവശ്യമാണ്. ഗംഗേട്ടന് മാത്രമേ കഴിയൂ എന്നും പറഞ്ഞുകൊണ്ട് ഗംഗേട്ടനെ വിളിക്കാൻ ഒരുങ്ങുകയാണ് വൈജയന്തി. ഇത് വരാൻ പോകുന്ന ഒരു എപ്പിസോഡാണ്. വൈജിയും സ്റ്റാൻലിയും ആദ്യം കണ്ടുമുട്ടുന്നത് ഇങ്ങനെയാണ്. അപ്പൊ സ്റ്റാൻലിയോട് വളരെ മോശമായിട്ടാണ് വൈജയന്തി പെരുമാറോട്. തന്നെ അത്രയും കാലത്തെ വിഷമം ഒന്നിച്ച് തീർക്കുകയാണ് കേട്ടോ. പിന്നീട് സ്റ്റാൻലി വീണ്ടും വരുന്നുണ്ട് വൈജയന്തിയെ കാണാൻ. താൻ നിരപരാധിയാണെന്ന് വൈജയന്തിക്ക് മനസ്സിലാക്കി കൊടുക്കണം. വൈജയന്തിയുടെ മനസ്സിൽ തന്നോടുള്ള ദേഷ്യം അല്പമെങ്കിലും കുറയണം. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അന്നത്തെ സാഹചര്യങ്ങൾ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നെല്ലാം മനസ്സിലാക്കി കൊടുക്കണമെന്ന് സ്റ്റാൻലി ഉറപ്പിച്ച് തിരിച്ചു വരുന്ന ഒരു എപ്പിസോഡും കൂടിയുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്